ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ മണ്ടേ കയറി ഇരുന്നതാണ്. അപ്പം എല്ലാവരെയും സപ്പോർട്ട് വേണം ഗൈസ്. അപ്പം നേരെ നമുക്കിത് പൊട്ടിക്കാൻ നോക്കാം. ഞാൻ ഫസ്റ്റ് പേഴ്സണെ ഇട്ടിട്ട് തേർഡ് പേഴ്സൺ ആണോ ഫോർത്ത് പേഴ്സൺ ആണോ അറിയില്ല. എന്തായാലും നമുക്ക് നേരെ പൊട്ടിക്കാം. നമുക്കത് നിരീക്ഷിച്ചിട്ട് പൊട്ടിക്കാം. നമ്മുടെ വീട് ഇതിൽ എവിടെയാണ്? ആ ഗുഹേൻ്റെ അവിടെയാണ്. അപ്പോൾ ഇന്നത്തെ ഗോളം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാമെങ്കിൽ അവിടെ ഗോളമുണ്ട്. ഇന്നത്തെ ഗോളം കുറച്ച് ചെറിയ ഗോളമാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ എൻജോയ് ആക്കാമല്ലേ? അതെ, നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. എത്തി കേസ് നമ്മുടെ വീഡിയോ എത്തി. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പം നേരെ ഗോളത്തിലോട്ട് കടക്കാം. അതിനു മുമ്പ് നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ലെറ്റ്സ് പ്ലേ സീരീസിന് ഒരു പേരിടാൻ പറഞ്ഞായിരുന്നു. ഈ എപ്പിസോഡ് 1 എപ്പിസോഡ് 2 എന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമ്മൾ ഇന്ന് പേരിട്ടു ലെറ്റ്സ് പ്ലേ സീരീസ്. അത്രയേ ഉള്ളൂ. അപ്പം സാധാരണ എല്ലാവരും ഇങ്ങനെ പേര് ലെറ്റ്സ് പ്ലേ സീരീസ് അങ്ങനെ ഇടാറുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു. പിന്നത്തെ കോളം അവിടെ ഒരു അയണുണ്ട്, കുറച്ച് അയണുണ്ട്. ഇനി അവിടെ അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് അറിയില്ല. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാണും. എനിക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ കണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയായിരുന്നു വീട് നിർത്തിയിട്ട്. ഞാൻ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ അയൺ എടുക്കുക, ഫുഡ് എടുക്കുക, കോള് ഒരെണ്ണം ഓക്കെ. ഒരെണ്ണം കിട്ടുമോ പ്ലീസ്? ഒരെണ്ണം കിട്ടുമോ? കിട്ടി. നമുക്ക് നേരെ ഡേറ്റ് എടുക്കുക. ഒരു 4 ലൈറ്റ് ഉണ്ടാക്കുക. ഞാൻ ലീവ്സ് എടുത്തില്ല, പിന്നെ പിക്കാസ് എടുത്തു. നേരെ ലീഫ് വെച്ചിട്ട് നേരെ പുറത്ത് പോകാം. ഫുഡ് വെച്ചിട്ട് ഇതിൻ്റെ താഴോട്ട് എങ്ങനെ അവിടെ ഗ്രാവ് 2 ബ്ലോക്ക് ചെയ്തിരിക്കും എല്ലാം താഴെ പോകും. അതും നമുക്കൊരു ഹെൽപ്ഫുള്ളാവും. നമുക്ക് ഓരോടെ ഒന്ന് വച്ചിട്ട് എത്തുന്നുണ്ടോ ഇല്ലല്ലേ? നമുക്ക് എന്തായാലും അവിടെ ഒരെണ്ണം വെച്ചിട്ട് ഈ സ്റ്റോണെല്ലാം പൊട്ടിച്ചളയാം. സ്റ്റോൺ പൊട്ടിച്ചിട്ട് അത് കളയണ്ട. എന്നിട്ട് ഇതോടെ പൊട്ടിച്ചളഞ്ഞാൽ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ജമ്പായി. നമുക്ക് എത്തുമോ? റിച്ചില്ല. ഇതെന്തിനാണോ ഒന്നുകൂടെ വെച്ചാൽ പൊട്ടിക്കാം. അവിടെ റീച്ച് ചെയ്യും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കയറിപ്പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ കുഴിയും റെഡിയാക്കിയിട്ട് നേരെ ഇറങ്ങാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം വല്ല കുഴിയുണ്ടോ, അല്ലെങ്കിൽ വല്ല സോംബി കാണുമ്പോൾ ഓടി വന്നാൽ. ടോർച്ച് ഫസ്റ്റ് തന്നെ വെച്ചു. ഞാൻ പറഞ്ഞ അയൺ ഇതാ ഇവിടെ കാണുന്ന അയണാണ്. ഇവിടെ അയണുണ്ട്. അതിന് മുമ്പ് നമ്മൾ ആദ്യം കണ്ട അയൺ ചെയ്യാം. എമറാൾഡ് ഗൈസ്, എനിക്ക് ഫുൾ ലക്ക്. ഇത് പൊട്ടിച്ചാലേ കിട്ടൂലല്ലോ, അങ്ങനെ പൊട്ടിക്കുന്നില്ല ഗൈസ്. ഇന്നത്തെ വീട് ഫുള്ള് ലക്ക് ഗൈസ്. എൻ്റെ വീടിൻ്റെ മുകളിൽ എമറാൾഡ് ഉണ്ട്. ഇതൊരു എമറാൾഡ് ബയോമാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളാരും മറക്കണ്ട, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നമുക്ക് ഈ ടോർച്ച് എങ്ങനെ പൊട്ടിക്കാം? ഞാൻ തന്നെ പൊട്ടിക്കായിരിക്കും, അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഈ അയണോടൊന്ന് മൈൻ ചെയ്ത് എടുക്കാവേ. മൈൻ ചെയ്ത് എടുക്കുമ്പോൾ ഒക്കെ മതി. ഇവിടെയും കുറച്ചുകൂടെ ഉണ്ട് എടുക്കാൻ. 4 അയൺ ഉണ്ടല്ലോ ഗൈസ്.
മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഇപ്പം ടോട്ടൽ 16 കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പോകുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. ഒരു 32 എന്തായാലും കിട്ടണം എന്നാണ് നമ്മുടെ ഒരു ഇത്. 32 കിട്ടിയിട്ട് എനിക്ക് മെയിനായിട്ട് 5 ഒരു 4 കോപ്പർ ഉണ്ടാക്കണം. ഈ അയം കൊണ്ട് എനിക്ക് അതേ യൂസ് ആവും. അയ്യോ ഓടിക്കോയേ, ഇവരേക്ക് കാര്യം പറയാൻ സമ്മതിക്കത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള അവനിവിടെ പോയാവോ? അപ്പം നേരെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ചെറിയ വീടുണ്ടാകാം. അവിടെ പോയവൻ നമുക്ക് നോക്കണം. നമുക്ക് റിസ്ക് എടുക്കാല്ലേ. ചിലപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് അടിപ്പങ്ങി ചാഞ്ചിട്ടുണ്ട്. എവരെ കൊല്ലും. ഓക്കെ, അവനെ അടിച്ചപ്പോൾ എനിക്ക് അധികം എടുത്തില്ല. ഈസി. അയ്യോ ഗൈസ്, ബാക്കിൽ കുഞ്ഞു ചോമ്പി മുന്നോട്ട് ചോമ്പി വന്നു ഗൈസ്. ഇവിടിപ്പോൾ ഇങ്ങനെ അയ്യോ മാറി ചാവാനുള്ളത് എല്ലാം ഞാൻ ഇപ്പം തന്നെ കാണുന്നു ഗൈസ്. ഇങ്ങോട്ട് ചോമ്പി വന്ന് എന്നെ കൊന്നു. കുഴപ്പമില്ല, നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടായിരുന്നു. ഉറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് ഉണ്ടാക്കാൻ 7 മരം കറക്റ്റ് ഉണ്ട്. അത് നമുക്കൊരു വാളെടുക്കാം. ഷീൽഡ് ഉണ്ടാക്കണ്ടേ? മറന്നുപോയോ? ഓക്കെ, ഇപ്പം തന്നെ പറഞ്ഞിട്ട് മറന്നുപോയി. നമുക്ക് ഒരു അയൺ കട്ട് നേരെ പോവുക. ക്രാഫ്റ്റ് ടേബിള് ബിൽഡ് ചെയ്യാം. ഞാൻ തന്നെ ബിൽഡ് ചെയ്യാം. സ്വിച്ച് ആദ്യം ഉണ്ടാക്കി ഒക്കെ മാറ്റി വെച്ചിട്ട് നടുക്ക് വാങ്ങിച്ചിട്ട് ഈ ബാക്കിയുള്ള ഫുഡ് നേരെ കൊണ്ട് വെക്കുക. എന്നിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. നമുക്ക് പയ്യെ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓക്കെ, ഐറ്റംസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എക്സ്പ്ലോർ ചെയ്യാത്തൊരു കേവ് പോയി നോക്കിയാലോ? അതന്നെ, ഇത് നമ്മൾ പോയതുപോലെ തോന്നും. ഇത് നമ്മൾ പോയതില്ല. ഇത് അവിടെയാണ് നമ്മൾ നോട്ട് സോംബി എത്തിപ്പോയേ. അന്ന് നമ്മുടെ സോംബിനെയും കൊന്നു. നേരെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉണ്ട് എൻട്രൻസ് പോലെ പുറത്തോട്ട് പോകാന്നുള്ള വഴി. എന്ത് കഷ്ടാണ് ഇത്. ചാടാം. ഈ വഴി നമ്മൾ നമ്മളിവിടെ ഉണ്ടാലോ, നമ്മൾ വന്നല്ലേ? അതെ, നമ്മൾ മനസ്സിലാക്കാം. ഇനി നമുക്കിവിടെ ഇതോടെ നമ്മൾ വന്ന പോലെ ഉണ്ടല്ലോ. അത് പൊട്ടിച്ചെടുത്തേക്കാട്ടോ. ഇതേതാ വഴി? കൺഫ്യൂഷൻ ആയാലോ. അപ്പോൾ പക്ഷേ ഞാനിവിടെ വന്നത് ട്രേഡർ ഉണ്ടായിരുന്നു. പുറത്തോട്ട് ഞാൻ വീണ്ടും വന്നായിരുന്നു. അപ്പം ഒരു ട്രേഡർ ഉണ്ടായിരുന്നു. അപ്പം ട്രേഡറിന് തട്ടിപ്പോയി 2 ലീഡ് കിട്ടി. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൊല്ലണം തന്നെ. കൊല്ലാൻ സമയം പോലും തന്നില്ലല്ലോ. അപ്പോഴത്തേക്കും ചത്തുപോയേ. നമുക്കെന്തായാലും ഈ അയണോടൊന്ന് മൈക്ക് ചെയ്തെടുക്കാം. പിക്കാസ് ഇപ്പോൾ പൊട്ടത്തൊന്നുമില്ല. ഇപ്പോൾ പൊട്ടാനായിട്ടുണ്ട് പിക്കാസ്. ഓക്കെ, നമുക്ക് ഈ അമ്മയോട് ചെയ്യാം. 32 കിട്ടുമോ ഗൈസ്? അടിയിലോട്ട് തന്നെ പോവാം. അടിയിലോട്ട് തന്നെ പോകണം. അതിലോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. മേലോട്ട് പോയി നോക്കിയാലോ. ഇവിടെ ഉണ്ട്. ഇവിടെ മറ്റേ സ്ഥലമാണ്. ഇവിടെ ആയാലും കണ്ട് അതാ ഇവിടെയാണ്. നമുക്ക് പൊട്ടിക്കാം. 32 കിട്ടുമോ കേസ് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. കിട്ടിയാൽ കൊള്ളായിരുന്നു. അല്ലേ കിട്ടണം. അപ്പോൾ നമ്മൾ 3 ദിവസം കളിച്ചു. അയ്യോ അയ്യോ, 5 തന്നെ കൊല്ലുന്നത്.
ഞാനൊരു വെടി ഫച്ചാണില്ല, ഇതുപോലെ കണക്കും മലന്ന്. നമുക്കിതും പൊട്ടിക്കാം ഗൈസ്, പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. മച്ചിയും എടുത്ത് ഇതിനകത്ത് ഞാൻ എടുത്തില്ല. നമുക്ക് മേലോട്ട് പുറത്തോട്ട് പോകുന്നതാണ്. ഇവിടെ വെച്ചേക്കാൽ ഞാൻ വഴി മാറിപ്പോവും. ഇവിടെ ഒന്നുമില്ല, പിന്നെ എന്തിനാണോ കോബിൾ സ്റ്റോൺ, ഞാൻ ഇവിടെ എന്തോ കണ്ടോ പോലായും. താഴെ പോയി നോക്കാം. സോംബി മറ്റേ എന്തിനാ നമ്മൾ സോംബി പിന്നെ പിടിക്കുന്നില്ല, നമ്മുടെ പ്രോ അല്ലേ, നമുക്ക് യൂസ് ആവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് നോക്കാൻ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം. അയ്യോ മച്ചി, ഓടിക്കോ. സ്കെൽട്ടൻ എനിക്ക് പേടിയാ, സോംബിനെ എനിക്ക് പേടിയില്ല. ഓടിക്കോ. നേരെ ഇവിടെ പോവാന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ഒരു വില്ലേജ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കേസ്. അതാണ് നമ്മുടെ ഒരു ഇതിനകത്ത് കോളം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രഡാക്കണമില്ല. പിന്നെ അയൺ ഫാം ഉണ്ടാക്കുക, എല്ലാ ഫാമും ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പം നേരെ മേലോട്ട് കയറി പോകാം. 3 ഹാർട്ടും ഹങ്കറും. ഫുഡ് ഇവിടെയുണ്ടോ? ഫുഡില്ല. നമുക്ക് ലീഡ് ഇവിടെ വെക്കാം. ലീഡ് എടുത്ത് വെച്ചു. പിന്നെ ബോ എടുത്തിട്ട് 4 ബോ കിട്ടി. പിന്നെ 32 അയൺ കിട്ടി. ഞാൻ പറഞ്ഞ പോലെ 32 അയൺ. അത് നമുക്ക് സ്മെൽറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് 10 അയൺ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് എന്തുണ്ടാക്കാം, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റോ എന്തോ ഉണ്ടാക്കാം. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാല്ലേ, അതല്ലേ നല്ലത്. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയല്ല അതുകൊണ്ട് വെറുതെ എന്തിനാണോ 2 അയൺ കളയുന്നത്, അതുകൊണ്ട് നമുക്ക് എടുത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് കുറച്ചേറെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പൊസിഷൻ ഭയങ്കര വെറൈറ്റി പോലെയാണ്. നമുക്ക് നേരെ പോയിട്ട് കുറച്ച് പക്ഷെ എന്തിനാണ് ഞാൻ മരം നോക്കാൻ വന്നാൽ മരം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എൻ്റെ പൊന്നോ, ബെസ്റ്റ്. അത് നല്ല ആക്സ ഉള്ളതുപോലെ ആക്സ് അഡ്ജസ്റ്റ് ചെയ്യാം. നേരെ മണ്ടേ കയറുക, ഇവിടെ പോവുക. അവിടെ പോയി 2 കൗ ഉണ്ട് ഗൈസ്. നമ്മുടെ ലീഡ് എടുത്തിട്ട് നമുക്ക് അമ്മ 2 പണി ചെയ്യാം. ലീഡോടെ പിന്നെ എനിക്ക് 2 ഹാർട്ടോടെ ഉള്ളു ഗൈസ്. ലീഡോടെ പോയി ലീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ എടുത്തിട്ട് പോകാം. ഭയങ്കര പണിയാണോ, ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. മഴ ഒന്ന് ആദ്യം അടിച്ചിട്ട് ഒന്ന് എടുക്കാം. സ്ട്രിക്റ്റാന്ന് പറയാം. ഓക്കെ, ഒന്ന് ഇങ്ങനെ അടിക്കും, എടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അത് അവന് നല്ലോണം ഡാമേജ് എടുത്ത് കഴിച്ചിട്ടുണ്ടാകും. നമുക്ക് ഇവിടെ പോവാം. ഇവിടെ പോയി നോക്കാം. വില്ലേജ് സോംബി ഇപ്പം ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ട് ഉറപ്പ്. അയ്യ ചത്ത് എങ്ങനെ ഇരിക്കുന്നു. ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ട്. നമുക്കത് എന്തായാലും കണ്ടുപിടിക്കണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. പിന്നെ എപ്പിസോഡ് 2 ആണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ സാധനം എടുത്തു. എപ്പിസോഡ് 1 ബഗ്ഗായി ഗേസ്. എപ്പിസോഡ് 1 ഞാൻ ഇതെല്ലാം റെഡിയാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് പക്ഷേ ബഗ്ഗായിട്ട് അത് അടിച്ചു പോയി ഗേസ്. പിന്നെ അതെനിക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് കളയും, ഡിലീറ്റ് ചെയ്ത് കളയും. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഉണ്ട് എപ്പിസോഡ് 1 ഡിലീറ്റായി കിടക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എപ്പിസോഡ് 1 വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആക്കി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോടെ ഗൈസ്. അപ്പം പെട്ടെന്ന് ചെറിയൊരു കണ്ടന്റ് ആയിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.